എങ്ങനെയുണ്ടടി? അടിപൊളിയായിട്ടില്ലേ? പിന്നെ കണ്ണാടി എടുക്കണോ? നോക്കട്ടെ. എടുക്ക്. കൊള്ളാമോ? കൊച്ചാട്ടിന്റെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മനസ്സിൽ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാ. എന്തോന്നാടി കാണിക്കണേ? തോർത്തോണ്ട് അയ്യ വിരിക്കടി, വേഷം കെട്ടി കാണിക്കാതെ. നമുക്കളെ ചായ. മധുരില്ലല്ലോ അമ്മേ. ഒക്കെ തീർന്നു. കഴിഞ്ഞ ആഴ്ച റേഷൻ പഞ്ചാര വാങ്ങിയില്ലല്ലോ. പഞ്ചാര മാത്രല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒക്കെ തീർന്നിരിക്കുക. വാങ്ങാം, ദേവി അനുഗ്രഹിച്ച ഒക്കെ കൊണ്ടുവരാം. നീ കുറെ കൊണ്ടുവരും. എന്റെ എണ്ണയും കുഴമ്പും തീർന്നിട്ട് ദിവസം 4 ആയി. ഒരു കീർ പുകല വേണമെന്ന് പറഞ്ഞിട്ട് കേട്ട ഭാവമുണ്ടോ തണ്ടിക്ക്? അവൻ വൈകിട്ട് ഉണ്ടാക്കും പോലും. നട തളത്തി കളഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒരു കഴിവളവന്റെ ഓശാരത്തിന് നിൽക്കില്ല ഞാൻ. ഈ കണ്ണുപൊട്ടന്റെ തല എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ കണ്ടകശനി എനിക്ക്. നീ ഗുണം പിടിക്കില്ലടാ, ഗുണം പിടിക്കില്ല. ഒന്ന് നിർത്തണുണ്ടോ ഈ പ്രാക്ക്? അവൻ ജോലിക്ക് പോവാൻ ഇറങ്ങുക. എന്നാ പോയി താലപ്പൊലി എടുക്കടി. കളക്ടർ ഉദ്യോഗത്തിനല്ലേ പോണത്? നിങ്ങളോടല്ലേ പറഞ്ഞു നിർത്താൻ? പറഞ്ഞോട്ടമ്മേ, എന്താ എത്ര നേരായിട്ട് മിണ്ടാത്തേന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനായി. മോളെ വാസന്തി, കൊച്ചേട്ട ഇറങ്ങട്ടോ. എന്റെ വൈമേരിക്കാവിലമ്മേ, കാത്തോളണേ. നാണിയമ്മ നേരത്തെ തുടങ്ങിയോ? ആര്? രാമോ? ഇന്ന് തുണികൾ കുറച്ച് കൂടുതലാ. ബംഗ്ലാവിലെ മുതലാളി വരുന്നുണ്ടത്രേ. തോമസ് സാറ് വരണുണ്ടെന്നോ? എന്നാണെന്ന് അറിഞ്ഞൂടാ. കൊറേ ഷീറ്റും പൊളപ്പൊക്കെ കൊണ്ട് തന്നു നമ്മുടെ രാഘവമേശ്വരി. സാറ് വരുമ്പോ പറയണട്ടോ, എനിക്ക് 2 കുപ്പായം ചോദിക്കാനാ. അതിനെന്താ, വരുമ്പോ പറയാം. ഓ, എത്തിയോ? എന്താ വൈകിയേ? അമ്പലത്തിൽ പോയല്ലേ? എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചേ? എനിക്ക് കണ്ണ് കിട്ടണ കാര്യോ അതോ നമ്മുടെ കല്യാണക്കാരിയോ? ആഹാ, രണ്ടും പറഞ്ഞോ? നിനക്ക് മിണ്ടാട്ടം കിട്ടാൻ പ്രാർത്ഥിച്ചില്ലേ? എന്തേ? ഒരു കണക്കിന് പ്രാർത്ഥിക്കാഞ്ഞ് നന്നായി. മിണ്ടാട്ടം കിട്ടിയ പിന്നെ നിന്നെ എനിക്ക് കിട്ടോ? പട്ടണത്തിൽ നിന്ന് നല്ല പത്രാസമുള്ള നായരിച്ചക്കൻ വന്ന് കെട്ടിയുണ്ടോ? അയ്യോ, പതുക്കേട്ടോ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇപ്പൊ നമ്മള് മെയ്ഡ് ഫോർ ഈച്ച് അതറാ. ഈനാമ്പച്ചിക്ക് കൂട്ടും മരപ്പെട്ടി. ഈശ്വരന് നന്നായിട്ട് മാച്ച് ആക്കാൻ അറിയാട്ടോ. അയ്യോ, ഞാൻ പിണങ്ങാൻ പറഞ്ഞതല്ല. എന്താടാ രാമു, ലക്ഷ്മിക്ക് എന്താ പറ്റിയേ? ആരാ? കുമാരേട്ടനാ? ഞാൻ ഒരു തമാശ പറഞ്ഞ എന്റെ കുമാരേട്ടാ. ഉടനെ അവൻ കെട്ടണോന്നാ? പിന്നെ ആഹാ, അങ്ങനെ പറഞ്ഞോ? എന്താ ഇവള് പറയണേ? ഇവളെ വേറെ ആള് കെട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞോ നീയേ? ഇവള് മിണ്ടാപ്രാണിയായതുകൊണ്ടല്ലേ കുമാരേട്ടാ എനിക്ക് തുണയായത്. ഇല്ലെങ്കിൽ എനിക്ക് ഇവളെ കിട്ടുമെന്ന് ചോദിച്ചതാ. എന്തിനാടാ ഇവളെ ദേഷ്യം പിടിപ്പിക്കുന്ന തമാശ ഒക്കെ പറയണേ? ഹേയ്, എനിക്ക് തമാശ പറയാനും ദേഷ്യം പിടിപ്പിക്കാനും വേറെ ആരോ ഉള്ള കുമാരേട്ട ഈ ഭൂമിയില്? രാമു, അപ്പുട്ടന്മാരൊരു കാവലിക്കായിരിക്കല്ലേ? ഹാവു, നിനക്ക് കാഴ്ചയില്ലെന്ന് ആരാ പറഞ്ഞേ? കണ്ണുള്ളൊരു മുഴുവൻ അങ്ങനെ പറയണത്. അവരോട് പോവാൻ പറയടാ. നിനക്കുള്ളത്രയും കാഴ്ച ഇവിടെ ആർക്കുമില്ല. അറിയില്ലേ പാട്ടുകാരൻ രാമു?
ഇത് രാമുവിന്റെ പെണ്ണ്. വള്ളിക്കുന്ന് ഗ്രാമത്തിലെ രമണനും ചന്ദ്രികയും. രമണനും ചന്ദ്രികനും പറഞ്ഞ ചിരി കണ്ടില്ലേ? പിന്നെ നീ എനിക്കൊരു പാട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വല്ലതും ആയോ? ഏതാണ്ടൊക്കെ ആയി. ചങ്കിനകത്ത് കുത്തി കുറിച്ച് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. എന്താ കേക്കണോ? അങ്ങോട്ട് തട്ടി വിടറാ. ആ, കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാർ. എന്താ മാരൊരു അവതാളം? അതെന്റെ ഒരു ശിഷ്യനാ. താളതല്ല, ചെണ്ടിങ്ങട് തരാ. അങ്ങോട്ട് കൊടറാ കൊച്ചവാ. ദാ, വാങ്ങിച്ചു തരാമോ? അല്ല രാമേ, പാട്ടും കൂത്തായിട്ട് നിൽക്കാണോ? സമയം എന്തായെന്നറിയോ? ശ്രീകൃഷ്ണ പോയി. ആര്? നല്ല ചേട്ടനോ? ആ, പാട്ട് പാടി തുടങ്ങിയാ പിന്നെ എനിക്ക് നേരം പോണത് അറിയില്ല. സമയം ഇപ്പോ 8:15 ഉണ്ടാവില്ലേ? ഇടമെടുക്ക. ഇത്ര തിട്ടായിട്ട് നീ ഇതെങ്ങനെ പറഞ്ഞു? കിഴക്ക് വയിലും മോത്തിക്ക് കേറിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. കൃഷ്ണ പോയിക്കോട്ടെ, ഇനി പെട്രയുടെ കാവിലമ്മയ്ക്ക് പോവാലോ. ഇറങ്ങണ്ടവരൊക്കെ ഇറങ്ങാൻ. ഓ, ആളുടെ നിന്നെയും കൊണ്ടേ പോവൂ. ഞാൻ വിചാരിച്ചു നീ കൃഷ്ണയ്ക്ക് പോയെന്ന്. കൃഷ്ണനായാലും കാവിലമ്മയായാലും ഒക്കെ നമ്മുടെ ആൾക്കാരല്ല വാസാറേ. എന്താ രാമൊന്ന് വൈകിയേ? വീട്ടിലെ കോഴിക്ക് ഒരു ജലദോഷം, പോവാൻ വൈകിയേ. പെങ്ങളെ, ആ സീറ്റ് ഒന്ന് രാമന് ഒഴിഞ്ഞു കൊടുത്തേ. ഓ, വേണ്ട വേണ്ട, ആരും ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ടിരിക്കാം. അയ്യോ വേണ്ട, എനിക്ക് നിക്കണത് ഇഷ്ടം. സീറ്റ് കിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കാൻ നമ്മൾ MLA മന്ത്രി ഒന്നല്ലല്ലോ. എങ്ങോട്ടെ? ഒരു കുഴപ്പമില്ല. ആ രാമേ, ഓ, നിനക്ക് ഞാനൊരു കണ്ണട തരാന്ന് പറഞ്ഞിരുന്നില്ലേ? മറന്നിട്ടില്ലല്ലേ? വെച്ച് നോക്കിയേ. എങ്ങനെയുണ്ട്? MGR-നെ പോലെ അടിപൊളിയായിട്ടുണ്ട്. ആളെ ഇപ്പൊ വേണേ സിനിമയിൽ അഭിനയിക്കാം. കാണിക്കുന്നോ? എന്താ എന്താ പ്രശ്നം? ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരിയും നോട്ടോ. എവിടെ നോക്കിന്നാ ഈ പറയണേ? വേണ്ടാത്തിടത്തേക്ക് തന്നെയാ നോട്ടം. വേണ്ടാത്തതൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ? ഇവൻ കണ്ണ് കാണാത്ത ആളാ. പോട്ടെ സാറേ, കണ്ണട വെച്ചത് പാരയായില്ലേ. നമ്മുടെ അവസ്ഥ മനസ്സിലായിണ്ടാവില്ല. അടിപൊളിയായിട്ടെന്ന് വാസാറ് പറഞ്ഞപ്പോ ഇത്രയും അടിച്ചു പൊളിക്കുന്ന കരുതിയില്ല. എന്റെ പൊന്നു വാസാറേ, നമുക്ക് ഈ കുന്ത്രണ്ടം വേണ്ട. എന്നാ പിടിച്ചേൻ. നീ വെച്ചോടാ. ഓ, വെച്ചപ്പോ തന്നെ ഇതാ തരങ്ങേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലായിരിക്കും. വേണ്ട വേണ്ട. സോറി കേട്ടോ. സാരില്ല, അറിയാണ്ടല്ലേ. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയാ. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാ ഞാൻ. अपने देश के हालत तो एकदम बिगाड़ दिया है। महात्मा गांधी ने कहा है कि उनका गरीबी हटाओ, उनको रोटी, कपड़ा और मकान देने का इंतजाम करो। लेकिन आज के नेताओं ने कर क्या रहे हैं? ना उनको अपना कपड़े का फिक्र है, ना उनको अपने रोटी की फिक्र है। हरियाली क्रांति के बारे में बोल रहे हैं, पंचवर्षीय योजनाओं के बारे में बोल रहे हैं, लेकिन ये लोग कर क्या रहे हैं? के लिए रोटी, खुद के लिए कपड़ा, खुद के लिए मकान। ये കോഫിയല്ലേ മുരളി, ഉഗ്രം പ്രസംഗമല്ലായിരുന്നോ? അതിന് നിനക്ക് വല്ലതും മനസ്സിലായോ? വേണ്ട, ഒരു തരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാഞ്ഞിട്ടാണോ പിന്നെ കൈയടിച്ചത്? എന്ത് മനസ്സിലായി? ഹമാരാ ദേശ് മഹാത്മാഗാന്ധി റോട്ടി കപ്പട 5 വർഷ പദ്ധതി ഹരിത വിപ്ലവ് ഖരീബി ഖടാവോ. അരീബി കിടാവോ എന്ന് വെച്ചാ എന്തുവാ? എന്ന് വെച്ചാ ഈ ഇംഗ്ലാവ് സിന്ദാബാദ് വിളിക്കുന്ന പോലെ ഒരു സാധനം. ഇംഗുലാബ് സിന്ദാബാദ്. അപ്പൊ നിനക്കെല്ലാം ശരിയായിട്ട് മനസ്സിലായി. ഇതിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കണതല്ലേ. ഞാനേ തൊഴിലാളി വർഗത്തിന്റെ നേതാവാ. വാസാറേ, ഓ, ഇതുപോലുള്ള കണ്ണാട ഇനി വേറെ ആർക്കും കൊടുക്കല്ലേട്ടോ. എന്റെ രാമു, സംഭവിച്ചു പോയി. നീ ഒന്നങ്ങ് ക്ഷമിക്കേ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസാ.
ആ രാമു വന്നല്ലോ. ഉണ്ണിമല, നീ ആ രാമുവിനെ ഒന്ന് റോഡ് കടത്തിക്കൊണ്ട് വന്നേ. ഞാനങ്ങ് ചെല്ലുമ്പോഴേക്കും ഒരു നേരം ആവും. ആരാ ഉണ്ണിപാലനാ? അല്ലാതെ നിന്റെ കൈ കയറി പിടിക്കാൻ സ്നേഹമുള്ള വേറെ ആരുണ്ടാ ഇവിടെ? ബാ. പതുക്കെ. ആ എന്താ രാമുവേ, ഇന്നലെ കണ്ടില്ല. കാവിലൊന്നു പോയി കൃഷ്ണേട്ടാ. മെച്ചമുണ്ടായോ? ഏയ് കറണ്ട് പോയ കാരണം ആകെ പുലുവാലായെന്നേ. രണ്ട് സ്ട്രോങ് ചായ. എടേ, ഒരു 102 ചായ, അതിൽ 100 ക്യാൻസൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചോ? ജയിച്ചു. ആ, ജയിച്ചു. പക്ഷെ അതിനിടയിൽ കുറെ കോളയും കുടിച്ചവന്മാര്. എന്തായാലും സച്ചിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇന്ത്യക്ക് നല്ല കാലാ. പക്ഷെ ആരിപ്പോ സെഞ്ചുറി അടിച്ചൊന്നും കേൾക്കണല്ലോ. അതെങ്ങനെ അടിക്കുന്നേ? അത് അടിക്കണമെങ്കിലേ ആദ്യം അതിനിടയിലുള്ള അവരെ കോള ഓടി നിർത്തണം. ഇതൊരു ബോൾ അടിക്കും, ഒരു കോള ഓടിക്കും, പിന്നെ ഒരു ബോൾ അടിക്കും, പിന്നെ ഒരു കോള ഓടിക്കും. അത് വല്ല കൊക്കക്കോള കമ്പനിക്കാരുടെ പരസ്യമായിരിക്കാൻ ഉണ്ണിവാലോ. ഈ കണ്ണു കാണാത്ത ആളെ എങ്ങനെയാ ക്രിക്കറ്റ് കളി കാണുന്നത്? അതാ രാമു. അവന്റെ മനക്കെട്ടിന് നമ്മുടെ കണ്ണുകളെക്കാൾ 100 ഇരട്ടി ശക്തിയാ. യവനെ ക്രിക്കറ്റ് കളിയിലെ ലെഫറിയാക്കാൻ വിളിച്ചതല്ലേ? ഞാൻ പറഞ്ഞു പോണ്ടാന്ന്. അല്ലടാ രാമു. നീ പോയി ചായ ഇടാ, വിട്ടുതരം പറയാതെ. ദേ, പോടാ ഹൈ ക്ലാസ് വിട്ടി. ഇവിടെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഒരു ചായ എനിക്ക് കൂടി. ഡേയ്, ഒരു 101 ചായ കൂടി. അതിൽ 100 ക്യാൻസൽ. കവലയിലെ ആളുകൾ വന്നു തുടങ്ങിയോ? സർക്കസാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ വയറ്റത്ത് അടിക്കോ കൃഷ്ണേട്ടാ? ഡേയ്, നീ ചായ കുടിച്ച് നേരത്തെ പോയി തുടങ്ങി. ഓ